കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ വരുന്നു. എല്ലാവരും വാശിയേറിയ പോരാട്ടത്തിലാണ്, അല്ലെങ്കിൽ പ്രവർത്തനത്തിലാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ സന്തോഷ് ആലപ്പാട് ഈ കേരളത്തിലുള്ള എല്ലാ പാർട്ടികളോടും, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJP ആയാലും, ഒരു ചെറിയ അഭ്യർത്ഥന. ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഈ കേരളത്തിനു വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അത് നിങ്ങളുടെ പ്രകടന പത്രികയിലോ വാഗ്ദാന പത്രികയിലോ ചെയ്താൽ ഏറെ നന്നായിരിക്കും. ഇത് ചെയ്താൽ നിങ്ങൾ കേരളത്തിനെ രക്ഷപ്പെടുത്തുക മാത്രമല്ല, മറിച്ച് ഈ കേരളത്തിനെ ഒരു മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങൾ മാനിക്കും. നിങ്ങൾ തീർച്ചയായും ഈ ഇലക്ഷനിൽ ജയിക്കും. ഇതിൽ 5ാമത്തെ കാര്യത്തിന് ഞാനൊരു പേരിട്ടിട്ടുണ്ട്. അതിൻ്റെ പേരാണ് മേഴ്സി കില്ലിംഗ് അഥവാ ദയാവധം. ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തുകൾക്ക് ചെയ്യാനുള്ളതാണ്. ഇന്ന് കേരളത്തിൻ്റെ പച്ചപ്പിനെ കാർന്നു തിന്നുന്ന ഒരു മഹാദുരന്തം ആഫ്രിക്കൻ സ്നെയിൽ അഥവാ ആഫ്രിക്കൻ ഒച്ച്. ഈ വരുന്ന ജൂൺ മുതൽ അത് മണ്ണിൻ്റെ അടിയിൽ നിന്നും ഉപരിതലത്തിലേക്ക് അവൻ കയറി വരും. അത് ഒന്നും രണ്ടുമല്ല, ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും. ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. നമ്പർ 2, കേരളം ഇന്ന് കുടിക്കുന്ന വെള്ളം, അതായത് നമ്മുടെ കിണറിലെ വെള്ളം വിഷം നിറഞ്ഞതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇന്ന് കേരളത്തിലെ കിണറുകളിൽ അസിഡിക് വാട്ടറാണ്. രണ്ടാമത് കോളിഫോം ബാക്ടീരിയ. ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി ചെന്നാൽ നമ്മളൊരു ക്യാൻസർ രോഗിയായി തീർച്ചയായിട്ടും മാറും. ഇനിയുള്ള 2 കാര്യങ്ങൾ കേരള ഗവൺമെൻറ്റും മിനിസ്ട്രി ഓഫ് ഹെൽത്തും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും കൂടി ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കറിയാലോ, ഇന്ന് കേരളത്തിൽ അസുഖങ്ങൾ കൂടി വരാണ്. 5 വയസ്സ് മുതൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുട്ടികളിൽ കാണപ്പെടുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന ഒരു കുട്ടിയെ തീർച്ചയായും ഒരു മെഡിക്കൽ ചെക്കപ്പ്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലെന്നറിയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രം ആ കുട്ടിയെ 6ാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കും എന്നുള്ള ഒരു കമ്പൽസറി ആക്ഷൻ. 2, സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഏകദേശം 18 വയസ്സിലേക്ക് തിരിയുന്ന ഒരു പെൺകുട്ടിയെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള കമ്പൽസറി, ആ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നാൽ മാത്രമേ ആ കുട്ടിക്ക് ആ കോളേജിൽ പ്രവേശനമുള്ളൂ എന്നൊരു കമ്പൽസറി ഡിസിഷൻ. ഈ വക കാര്യങ്ങളുടെ വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ കേൾക്കാം. 5ാമത് ഒരു ദയാവധമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പ്രവാസികളുടെ പൈസ വേണം, പക്ഷേ റേഷൻ കാർഡിൽ അവർക്കൊരു പേരിട്ടിട്ടുണ്ട്, NRK. ഒരു 2 കിലോ അരി ഒരു പ്രവാസിക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇത്ര നാണക്കേട് വേറെ ഈ ലോകത്തിലുണ്ടാവില്ല. അതുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഈ 2 കിലോ അരി അനുവദിക്കണം. NRK എന്ന പേര് അവരിൽ നിന്നും, ഈ റേഷൻ കാർഡിൽ നിന്നും വെട്ടിമാറ്റണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ആര് ചെയ്യുന്നുവോ കേരളം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ തീർച്ചയായും വിജയിക്കുകയും ചെയ്യും. ഞാൻ സന്തോഷ് ആലപ്പാട്.